ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വിശാലമായ ഉസ്ബെക്കിസ്ഥാൻ വ്ളോഗുകൾക്ക് ശേഷം നമ്മളിതാ നമ്മുടെ സാധാരണ UAE വ്ളോഗുകളായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഈ വീഡിയോ ശരിക്കും ഞങ്ങളെടുത്തത് ജനുവരി 1-ാം തീയതിയാണ്. പക്ഷേ ഇടാൻ കുറച്ച് ലേറ്റായെന്ന് മാത്രം. ഇത് റിവർലാൻഡാണ് കേട്ടോ. നമ്മൾ 1-ാം തീയതി എവിടെ പോകാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ പെട്ടെന്നാണ് റിവർലാൻഡിൽ പോകാമെന്നുള്ളൊരു ഐഡിയ വന്നത്. അവിടെ ആകുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വെൽക്കം ടു ദ വേൾഡ് ഓഫ് റിവർലാൻഡ്. ഇവിടെ വന്നാൽ നമുക്ക് ഓരോ കോണിലും ഓരോ പുതിയ പുതിയ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. കുട്ടികൾക്ക് കളിക്കാനും വലിയവർക്ക് എൻജോയ് ചെയ്യാനും പിന്നെ എല്ലാവർക്കും നല്ല ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലം. അതായത് എല്ലാ കാര്യങ്ങളും ഒറ്റ കുടക്കീഴിൽ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്നാൽ അമേരിക്കൻ ഗ്രാമത്തെ പോലെയും പിന്നെ ഒരു വിൻറ്റേജ് ഫ്രഞ്ച് ഗ്രാമത്തിൻ്റെയൊക്കെ മനോഹാരിതയും അതിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് ഈ റിവർലാൻഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു റിവറും കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ന്യൂ ഇയർ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കണതെന്ന്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇവിടെ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ തീം കേട്ടോ. ഇവിടെ വന്നപ്പോഴേക്കും ഞങ്ങളെക്കാൾ കൂടുതൽ എക്സൈറ്റ്മെൻറ്റോടെ ഓടി നടന്ന് കാഴ്ചകൾ കാണായിരുന്നു രുദ്ര. പിന്നെ എടുത്തു പറയുന്നത് എന്താ വെച്ചാൽ കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. കുറച്ച് മുന്നേ സെൻറ്ററിലുള്ള ആ ഒരു റിവറിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇതാണ് ആ റിവർ. ഇതിന് ചുറ്റുമായിട്ടാണ് ഇതിൻ്റെ ആ ഒരു കാഴ്ചകൾ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത്. ഒരുപാട് നടന്ന് കാണാനുണ്ട് കേട്ടോ. ഇവിടെ നിന്നിട്ടുള്ള ആ ഒരു വ്യൂ അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഇവിടെ വന്നാൽ. പ്രത്യേകിച്ചും ഈ ഒരു ഫ്രഞ്ച് വില്ലേജിൻ്റെ ആ ഒരു സൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര കണ്ടാലും എനിക്കിവിടെ മതി വരാറില്ല. ഈ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യുന്നതിന് പുറമെ ഇവിടെ വന്നാൽ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അതിന് പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് റിവർലാൻഡ്. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നതിന് ശേഷം രുദ്രയ്ക്ക് പിന്നെ ഞങ്ങളുടെ കൂട്ടൊന്നും വേണ്ട. അവൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നടക്കുക. ആ ഒരു സീനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ച് ഈ റിവറിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നിറയെ ഫിഷൊക്കെ കാണാൻ സാധിക്കും. അതൊക്കെ നോക്കി കണ്ട് ഫുൾ എൻജോയ്മെൻറ്റ് മൂഡിലാണ് കേട്ടോ അവൻ. ഇപ്പോൾ ചില വീഡിയോസായിട്ട് നിങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടാവും ഇവൻ്റെ ഈ കയ്യിലുള്ള സംഭവം. അവൻ്റെ സ്വന്തം കിറ്റിയാണ് കേട്ടോ അത്. അതില്ലാതെ അവൻ ഉണ്ണില്ല, ഉറങ്ങില്ല, പിന്നെ എവിടേക്കും പോവില്ല. അതാണ് അവൻ്റെ സന്തത സഹചാരി. നമ്മളൊരു ഉച്ചയോട് കൂടിയിട്ടാണ് കേട്ടോ റിവർലാൻഡിലെത്തിയത്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ വെയിലൊക്കെ കാണുന്നുണ്ടാവും അല്ലേ? പക്ഷെ സത്യം പറഞ്ഞാൽ വെയിൽ കാണാൻ മാത്രമേ ഉള്ളൂ. ശരിക്കും നല്ല കാറ്റും നല്ല തണുപ്പുള്ള കാറ്റൊക്കെ ആയിരുന്നു. ആ ഒരു ക്ലൈമറ്റും പിന്നെ ഈ ഒരു വിൻറ്റേജ് വൈബൊക്കെ എടുത്ത് നടക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. തിരക്കുണ്ടെങ്കിലും അത് നമുക്ക് അത്രയ്ക്കായിട്ട് അനുഭവപ്പെടണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ തിരക്ക് കൂടുന്നത് വൈകുന്നേരം ആവും തോറുമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പകൽ വന്നത്. ഒരേ സമയം ഭയങ്കര ബ്യൂട്ടിഫുള്ളും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് റിവർലാൻഡ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല ആകർഷകമായ യൂറോപ്യൻ ശൈലിയിലുള്ള നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും കഫേകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മോഷൻ ഗേറ്റ്, ബോളിവുഡ് പാർക്ക്, ലെഗോ ലാൻഡ് തുടങ്ങിയ ഒരുപാട് പ്രധാന തീം പാർക്കുകൾ ഇവിടെ ഉണ്ട്. വേൾഡിലെ ലാർജസ്റ്റ് ക്യാമൽ സ്ട്രക്ചറാണ് കേട്ടോ ഇപ്പം നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിൽ ഇവിടേക്ക് വിസിറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജാണ് കേട്ടോ ഇപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് സാന്റാസ് ഹൗസിലാണ്. നമുക്കൊന്ന് സാൻഡേ കണ്ടാലോ? ഇവിടെ വന്നാൽ നമുക്ക് സാൻഡേ കണ്ട് കൂടെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് മാത്രമല്ല രുദ്രയ്ക്കും ഇതൊരു നല്ല വേറിട്ട എക്സ്പീരിയൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിതാ സാൻഡേ കാണാൻ വേണ്ടി ഇവിടെ വെയിറ്റിങ്ങിലാണ്. എന്ത് നല്ല ഭംഗിയായിട്ടാണല്ലേ ഇവരിവിടെ ഓരോ കാര്യങ്ങളും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളിതാ ന്യൂ ഇയർ ആയിട്ട് സാൻഡേ കണ്ടു. കുറച്ചധികം നേരമായിട്ട് നമ്മൾ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ക്ഷീണിച്ചിരിക്കല്ലേ, അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ നല്ലൊരു മസാല ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. പണ്ട് മുതലേ ഈ ഡൈനോസേഴ്സിൻ്റെ ഒക്കെ മൂവീസൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പോഴും അതേ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ കാണുമ്പോൾ അറിയാണ്ട് ഞാനൊരു കുട്ടിയായി പോവും. എക്സൈറ്റ്മെൻറ്റിന് ഒരു കുറവുമില്ല. പക്ഷേ ഇതേ
നമ്മൾ വിചാരിച്ചു രുദ്രയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന്. പക്ഷേ ആദ്യ കാഴ്ചയിൽ കുറച്ചൊക്കെ നോക്കി എന്ന് വെച്ചാലും പിന്നെ അവനത് അത്രയ്ക്ക് കണ്ട് പിടിക്കാണ്ടേയായി. അവൻ്റെ മുഖം കണ്ടില്ലേ, അവന് കുറച്ച് പേടിയായിട്ടോ. ഞങ്ങൾ കുറേയൊക്കെ ഫണ്ണി ആയിട്ട് ഇതിനെ കാണിക്കാൻ ശ്രമിച്ചു വെച്ചാലും അവന് തീരെ പറ്റുണ്ടായിരുന്നില്ല. അവനതിൻ്റെ സൗണ്ട് എഫക്റ്റാണ് തീരെ പറ്റാഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അത്രയും ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടോ ഇതിനെല്ലാം. അതിൻ്റെ സൗണ്ടും അതിൻ്റെ ആ ഒരു രൂപവും എല്ലാം കൂടി കണ്ടാൽ ശരിക്കും ഒറിജിനലാണെന്നേ പറയുള്ളൂ. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മളിതാ ഇവിടെ കുറേ നേരം ഈ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടന്നു. എൻ്റെ ഈ കൊച്ചു വീഡിയോയിലുള്ള കാഴ്ചകൾ മാത്രമല്ല കേട്ടോ റിവർലാൻഡിലുള്ളത്. ഒരുപാട് സ്പോട്ടുകളുണ്ട്, ഗെയിംസും എൻ്റർടൈൻമെൻറ്റ്സും എല്ലാമായിട്ട് ഒരുപാട് സ്പോട്ടുകൾ. അപ്പോൾ എല്ലാം ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് മിനി വേൾഡ്. അതായത് ലോകത്തിലെ ഫേമസ് ആയിട്ടുള്ള ലാൻഡ്മാർക്സ്, അതിൻ്റെ സ്മോൾ സ്കെയിൽ റെപ്ലിക്കാസ്, അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മിനിയേച്ചർ വേൾഡ്. അതാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. റൊമാനിയയിലുള്ള ഡ്രാക്കുളയുടെ കോട്ട മുതൽ ഇന്ത്യയിലെ താജ്മഹലും ഈജിപ്തിലെ പിരമിഡ്സും സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും അങ്ങനെ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മിനിയേച്ചർ വേൾഡ്. ഈ മിനി വേൾഡിനെ കുറച്ചുകൂടി കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ലോകമെമ്പാടുമുള്ള ഐക്കോണിക് ലാൻഡ്മാർക്സിലൂടെ രസകരവും മനോഹരവുമായ ഒരു പശ്ചാത്തലത്തിൽ നടന്ന് ഇതെല്ലാം കാണാനുള്ള അവസരം നൽകുന്നു. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും അവരവിടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ വന്ന് എക്സ്പ്ലോർ ചെയ്യാനും നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. ഈ ഒരു റിവർലാൻഡിൻ്റെ നൈറ്റ് വ്യൂ ഇതിനേക്കാൾ മനോഹരമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വേറൊരു ലോകമായിട്ട് തോന്നും നമുക്കിതിൻ്റെ രാത്രിയിലുള്ള കാഴ്ചകൾ. പക്ഷേ നമ്മൾ ഓൾറെഡി ഉച്ചയോട് കൂടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഏതാണ്ട് സന്ധ്യയായി തുടങ്ങിയിട്ടോ, നല്ല തിരക്കുമായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തവണ രാത്രിയിലത്തെ കാഴ്ചകൾ കാണാൻ നിൽക്കുന്നില്ല. രാത്രിയിലെ കാഴ്ചകൾ പിന്നൊരു വ്ളോഗിലാവട്ടെ അല്ലേ. അപ്പോൾ അതേ ഒരുവിധം കാഴ്ചകളൊക്കെ കണ്ടു. നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്തു, നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തു, നല്ല കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. പിന്നെന്താ, നമ്മളിതാ ന്യൂ ഇയറിനെ വെൽക്കം ചെയ്തിരിക്കുകയാണ് അല്ലേ, 2026. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ. ഇതൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അടുത്ത വ്ളോഗായി ഉടൻ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.